السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. അപ്പോൾ നമുക്ക് സമയപരിധിയുള്ളത് കൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് ക്ലാസ് എടുത്ത് കഴിക്കണം. അപ്പോൾ 8ാം ക്ലാസ്സിലൂടെ തമദ്ദുനിലെ സെൽജൂക്കി ഭരണകൂടത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഏകദേശം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓരോരുത്തർ സെൽജൂക്കി ഭരണകൂടത്തിൽ ഓരോ വ്യക്തികളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാണ്ട്, അതിന് പുറമെ നമുക്ക് എന്താക്കണം, അവരുടെ കൾച്ചർ, ആർട്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഇത് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് സെൽജൂക്കിയുടെ ഔദ്യോഗിക ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ഒരാളെക്കുറിച്ച്, അതായിരുന്നു തൊഗറുൽ ബക്ക്. ആരാണ് തൊഗറുൽ ബക്ക്? ഇപ്പോൾ ഇടയ്ക്ക് തന്നിരിക്കുന്ന മൊഡ്യൂൾ എന്താണ്, നമ്മൾ വിക്കിപീഡിയൻ്റെ ഒരു സാധനം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഇതൊന്ന് ജസ്റ്റ് കണ്ണോടിച്ച് വെക്കുക. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ തോറലിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, തൊഗറുൽ ബക്ക് വന്നതും അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അബ്ബാസി ഖിലാഫത്തിൻ്റെ പതനത്തിന് ശേഷം 2 നൂറ്റാണ്ടുകളും ഇസ്ലാമിക ലോകം ചെറിയ ഭരണകൂടങ്ങളായി ചിന്നിച്ചിതറി കിടക്കുകയായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നീട് സെൽജൂക്കികളാണ് ഇസ്ലാമിക ലോകത്തിൻ്റെ വലിയൊരു ഭാഗത്തെ വീണ്ടും ഒന്നിപ്പിച്ചത്. സെൽജൂക്കികൾ തുർക്കി വംശജരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവർ ഇസ്ലാം ആശ്രയിച്ച ശേഷം മധ്യേഷ്യൻ സമതലങ്ങളിൽ നിന്ന് വന്ന് ഖുറാസാൻ താമസമുറപ്പിച്ചു. ഗസ്നികളുടെ ഭരണകാലത്താണ് ഖുറാസാനിൽ താമസമാക്കിയത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗസ്നികളൊക്കെ ഉവൈഹികളും ഗസ്നികളെയും കീഴ്പ്പെടുത്തിയിട്ടാണ് ഇവരെന്തിട്ടാണ് തങ്ങളുടെ സാമ്രാജ്യത്തെ പടുത്തുയർത്തിയത്. അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് അവരുടെ ഫസ്റ്റത്തെ രാജാവായതാണ് നമ്മളെ തൊഗറുൽ ബക്ക് കേട്ടോ. ഗസ്നി ഭരണകൂടം ക്ഷയിക്കാൻ തുടങ്ങിയ കാലത്ത് ഗസ്നി സുൽത്താൻമാരും സെൽജൂക്കികളും തമ്മിൽ ഖുറാസാനിൽ കടുത്ത പോരാട്ടം നടന്നിട്ടുണ്ടായിരുന്നു. സെൽജൂക്കികളുടെ നേതാവാണ് തൊഗറുൽ. ഹിജ്റ 429 മുതൽ 455 വരെ അദ്ദേഹത്തിൻ്റെ ഭരണകാലമാണ് എന്ന് പേരായ ഒരാളായിരുന്നു. സമർത്ഥനായ സേനാനായകനായിരുന്നു തൊഗറുൽ. ശ്രദ്ധിക്കട്ടോ, ഈ തൊഗറുൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകം കണ്ട വലിയ സൈനിക നേതാക്കന്മാരിൽ ഒരാളാട്ടോ തൊഗറുൽ. അദ്ദേഹത്തിൻ്റെ അത്രമാത്രം കണ്ണിങ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഇൻവെൻഷനുകൾ, ഓരോ ക്യാമ്പയിനുകൾ നടന്നിട്ടുള്ളത്. ഹിജ്റ 429, അതായത് ഏകദേശം ക്രിസ്താബ്ദം 1037 മസ്ഊദ് ഗസ്നിയെ പരാജയപ്പെടുത്തിയ അദ്ദേഹം ഖുറാസാനിൽ സെൽജൂക്കികളുടെ ഭരണം സ്ഥാപിച്ചു. മനസ്സിലായില്ലേ? ഖുറാസാനിൽ ഭരണം ഭദ്രമാക്കിയ ശേഷം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ തൊഗറുൽ ഇറാനും കീഴടക്കി. ഹിജ്റ 447 ബഗ്ദാദിൽ പ്രവേശിച്ചു. അക്കാലത്ത് ബഗ്ദാദ് ബനു ബുവൈഹികളുടെ അധീനത്തിലായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സൈനിക മേധാവികളുടെ കൂട്ടത്തിലാണ് തൊഗറുൽ എണ്ണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സൽത്തനത്തിന് സാമാനി, ഫാത്തിമി, ബനു ബുവൈഹ് എന്നിവരുടെ ഭരണകൂടത്തേക്കാൾ വിസ്തൃതി ഉണ്ടായിരുന്നു. വിശാലമായ ആ രാജ്യത്തിൻ്റെ തലവനായി 26 വർഷം അദ്ദേഹം ഭരണം നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇനി ഞങ്ങൾ നോക്കിയാൽ കാണും, ഈ തൊഗറുലിൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയ്ക്ക് കീഴിൽ കാണാം സുൽത്താൻ ഓഫ് സെൽജൂക്കി എംപയർ. അദ്ദേഹത്തിൻ്റെ റെയിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കൊടുത്തിട്ടുണ്ട്. 37 മുതൽ 63 വരെ കാലഘട്ടം കൊടുത്തിട്ടുണ്ട്. 1037 മുതൽ 1063 വരെ, അത് ഏകദേശം 26 കൊല്ലട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ സക്സസർ, അദ്ദേഹത്തിന് പിൻഗാമിയായി വന്നത് അലപ്പർസലാണ്. അദ്ദേഹം മരിക്കുന്നത് 1063 കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ അദ്ദേഹത്തിൻ്റെ റിലീജിയൻ, അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫ്, ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനാണ് ചാഗിരി കേട്ടോ. പിന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സക്സഷൻ, അദ്ദേഹത്തിൻ്റെ ലെഗസി. ഈ ലെഗസിയിൽ ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ ഈ ക്യാമ്പയിൻ പറഞ്ഞാൽ ഇതാട്ടോ, ഈ മറ്റേ ആർമി ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ ഇൻവെൻഷൻ എന്ന് പറയുന്നത് നെറ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇതിൽ പ്രധാനമായി പറയുന്നത്, ഈ ലെഗസിയിൽ പ്രധാനമായി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇവരുടെ ഈ യുദ്ധങ്ങൾ കാരണം കുറേ ആൾക്കാർ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതെന്താണ്, ഇത് നെഗറ്റീവ് വശം കേട്ടോ. പക്ഷേ ഇതിൻ്റെ പോസിറ്റീവ് വശം ഉണ്ടാവും.
എന്താണ് ഇസ്ലാമിക സാമ്രാജ്യം എത്രത്തോളം ശക്തപ്പെട്ട് സെൽജൂക്കുകൾ വന്നതുകൊണ്ടാണ് ബൈസാൻഡിയനുകളെ വരാണ് കീഴടക്കിയത് കേട്ടോ. ബൈസാൻഡിയൻക്കൊക്കെ ഭയങ്കര. പിന്നെ വേറൊരു കാര്യം എന്നുള്ളത് ഈ സെൽജൂക്കി എന്താണ് തുർക്കുമെൻസാണ് ഈ സെൽജൂക്കികൾ അറിയുന്നത്. പക്ഷേ അവസാന കാലഘട്ടത്തിൽ അവർ റോമിലേക്ക് പോയിട്ട് റോംസ് എന്ന് പറഞ്ഞാൽ സെൽജൂക്കി റൂമി പറഞ്ഞാണ്ട് വേറൊരു കോമുണ്ട് കേട്ടോ. അത് ഇവരുടെ ഒരു പിൻഗാമികളായിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ അലബർസലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്, ഇതിൽ നമ്മളെ ഇസ്ലാമിക് ജ്ഞാനകോശം ഉണ്ടല്ലോ, അതിലുള്ള ഒരു സാധനം വിട്ടു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, അതും ഉഷാറായിട്ട് തന്നെ നോക്കണം കേട്ടോ. ഇനി അലബർസലിനെ കുറിച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഓവർവ്യൂ മാത്രമേ തരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, വിശദമായി പഠിക്കുക. ഇനി അലബർസലൻ എന്ന് പറഞ്ഞാൽ തോറലിന് ശേഷം അദ്ദേഹത്തിൻ്റെ പൗത്രൻ കേട്ടോ, മകനല്ല പൗത്രൻ, പേരമകൻ അലബർസലാൻ ഹിജ്റ 455 മുതൽ ഹിജ്റ 465 വരെ അധികാരമേറ്റെടുത്തു. അർമീനിയ, ഏഷ്യ മൈനർ, വടക്കൻ സിറിയ, മാവറ നെഹ്ർ പറഞ്ഞാൽ ട്രാക്സോസാനിയ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കിയ അർസലാൻ സെൽജൂക്കി ഭരണകൂടത്തെ പിന്നെയും വിശാലമാക്കി. മക്കയിലും മദീനയിലും വരെ അദ്ദേഹത്തിൻ്റെ നാമം കുത്തുബകളിൽ പരാമർശിക്കാൻ തുടങ്ങി. അഥവാ മക്കയിലും മദീനയിലും തുടങ്ങിയെന്ന് പറയാൻ കാരണം എന്താ? കാരണം ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഖലീഫിനെയാണ് മക്കയിലും മദീനയിലും അഥവാ ഓരോ നാടുകളിലും ഒരു സുൽത്താൻ അംഗീകരിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഖുത്ബയിൽ ആ സുൽത്താനെ പറ്റി പറയണം എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഖുത്ബയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പരാമർശിക്കാൻ തുടങ്ങി. മക്കയും മദീനയും അതുവരെ ഫാത്തിമികളുടെ അധീനതയിലായി. ഫാത്തിമിയാക്കൾ പറഞ്ഞാൽ ഷിയാക്കൾ, അതുവരെ അവരുടെ അധീനതയിലായിരുന്നു. പക്ഷേ അലബർസലാൻ വന്നതിന് ശേഷമാണ് എന്തായത്, ഈ മക്കയും മദീനയും ഇവരൊക്കെ കീഴടക്കി ഇവർക്കൊക്കെ ഒരു ത്രട്ടനായിട്ട് ഉയർന്നു. അതുകൊണ്ട് മക്കയും മദീന എന്താണ്, സുന്നികൾ പൂർണ്ണമായിട്ടും. അപ്പോൾ അവരെന്താക്കി, വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ വീരപരാക്രമങ്ങൾ കണ്ടപ്പോൾ പിന്നെ ഇത് നമുക്ക് ഫാത്തിമയാക്കൾ പേടിച്ചിരണ്ടോടി അങ്ങനെ ഇദ്ദേഹത്തെ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഏഷ്യ മൈനറിനടുത്തു മില സർജ് നഗരത്തിൻ്റെ അടുത്ത് വെച്ച് റോമൻ പടക്ക് കനത്ത പരാജയമേൽപ്പിച്ച അർസലാനെ ആ സംഭവം വളരെ പ്രശസ്തമായി. മനസ്സിലായോ? ഏഷ്യ മൈനറൊക്കെ അദ്ദേഹം കീഴടക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വായിക്കണ വരികൾ വെച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു സാധനം വെച്ചിട്ടാണ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. പക്ഷെ ഇത് ഞങ്ങൾക്ക് തന്ന ഈ മൊഡ്യൂൾ എന്താണ്, കുറച്ചും കൂടി വിശാലമായിട്ട് നിങ്ങൾക്ക് വായിക്കാനൊക്കെ സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഏഷ്യ മൈനറിലെ മില സർജ് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിങ് കാരണമാണ് റോമക്കാരെ അദ്ദേഹം തരിപ്പണമാക്കിയത് കൊണ്ട് അദ്ദേഹം ലോക പ്രശസ്തനായി. കാരണം എന്താ, ഈ റോമൻസ് അല്ലെങ്കിൽ ബൈസാൻഡിയൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. അവരാണ് ഇവർ തകർത്തിട്ടുള്ളത്. അറബികളുടെ കാലത്ത് ഏഷ്യ മൈനർ പൂർണ്ണമായി കീഴടക്കപ്പെട്ടിരുന്നില്ല. പകുതി മുസ്ലിങ്ങളുടെയും പകുതി റോമക്കാരുടെയും അധീനത്തിലായിരുന്നു. അബ്ബാസി ഖിലാഫത്ത് ക്ഷയിച്ചപ്പോൾ ഏഷ്യ മൈനറിൽ റോമക്കാരുടെ പിടി മുറുകി. ആ പ്രദേശം മുഴുവൻ മുസ്ലിങ്ങളിൽ നിന്ന് അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. സെൽജൂക്കികൾ ഒരു വലിയ ഭരണകൂടം സ്ഥാപിച്ചത് കണ്ട് റോമക്കാർ അത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് മനസ്സിലായോ? അപ്പം എന്താണ്, അറബികൾക്ക് പൂർണ്ണമായി ഏഷ്യ മൈനർ കീഴടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഉമവി വന്നു. ഉമവിക്ക് ശേഷം അബ്ബാസി വന്നു. അബ്ബാസികൾക്ക് ശേഷമാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ സെൽജൂക്കികൾ വന്നു. സെൽജൂക്കികൾ എന്താക്കി, അവരുടെ സാമ്രാജ്യം വളരെ ഉഷാറാക്കിയപ്പോൾ അവർ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തിയപ്പോൾ റോമക്കാർക്ക് പേടി. അങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്നത്. ആ പ്രദേശം മുഴുവൻ മുസ്ലിങ്ങളിൽ നിന്ന് അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. സെൽജൂക്കികൾ ഒരു വലിയ ഭരണകൂടം സ്ഥാപിച്ചത് കണ്ട് റോമക്കാർ അത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ റോമൻ ചക്രവർത്തി ആർമാനോസ് 2,00,000 വരുന്ന ഒരു സൈന്യത്തോടൊപ്പം അർസലാനുമായി യുദ്ധത്തിനൊരുങ്ങി വന്നു.
അർസലാൻ്റെ കീഴിൽ 10,000 ഭടന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഒരു ഏറ്റുമുട്ടലിന് അദ്ദേഹം തയ്യാറായില്ല. ഒത്തുതീർപ്പിന് സന്നദ്ധത പ്രകടിപ്പിച്ച അർസലാനോട് സന്ധി താങ്കളുടെ സിംഹാസനം തകർന്ന ശേഷം മതി എന്നായിരുന്നു അർമാനോസിൻ്റെ മറുപടി. അപ്പോൾ അർസലാൻ യുദ്ധത്തിന് തയ്യാറായി. മനസ്സിലായില്ലേ? ഒരു വെള്ളിയാഴ്ചയായിരുന്നു യുദ്ധം. ജുമാ നമസ്കരിച്ച് വിജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ശേഷം സുൽത്താൻ പുറപ്പെട്ടത്. യുദ്ധത്തിന് റോമക്കാർ പരാജയപ്പെടുകയും അർമാനോസ് തടവുകാരനായി പിടിക്കപ്പെടുകയും ചെയ്തു. മനസ്സിലായില്ലേ? 2,00,000 വരുന്ന അപ്പോൾ ഇദ്ദേഹം വെറുതെ പ്രശസ്തനായതല്ല. മനസ്സിലായില്ലേ? 2,00,000 വരുന്ന സൈന്യത്തോട് വെറും 10,000 ഭടന്മാരെ വെച്ചിട്ടാണ് ഇദ്ദേഹം പോരാടിയിട്ടുള്ളത്. അർമാനോസ് അർസലാൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. വളരെ മാന്യമായാണ് സുൽത്താൻ അദ്ദേഹത്തോട് പെരുമാറിയത്. താൻ ആവശ്യപ്പെടുമ്പോൾ സൈന്യവുമായി വന്ന് തന്നെ സഹായിക്കുക, തടവുകാരാക്കപ്പെട്ട മുസ്ലിങ്ങളെ മുഴുവൻ വിട്ടയക്കുക എന്ന 2 ഉപാധികളോടെ അദ്ദേഹത്തെ സുൽത്താൻ വിട്ടയച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ മുസ്ലിംസ് എന്താണ്, ഈ അർസലാൻ എന്താണ്, ഒരു മാന്യത, അദ്ദേഹത്തിൻ്റെ ഒരു മാന്യത വിട്ടിട്ടായിരുന്നു, മാന്യതയോടെ മാത്രമേ അദ്ദേഹം പെരുമാറിയിട്ടുള്ളൂ. മാന്യത വിട്ട് അദ്ദേഹം കളിച്ചില്ല എന്നുള്ളതാണ്. മിലാസ് ജർദിൽ നടന്ന യുദ്ധം ചരിത്രത്തിലെ വിധിനിർണായകമായ യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അത് മുഖേന ഏഷ്യ മൈനർ മുഴുവൻ മുസ്ലിങ്ങളുടെ അധീനത്തിലാവുകയും ക്രമേണ ആ പ്രദേശം തുർക്കികളുടെ മാതൃസാമ്രാജ്യമായി മാറുകയും ചെയ്തു. മനസ്സിലായില്ലേ? അലപ്പ് അർസലാൻ 10 വർഷം ഭരണം നടത്തി. അദ്ദേഹം ഉദാരമതിയും നീതിമാനുമായ ഭരണാധികാരിയായിരുന്നു. അർസലാൻ്റെ കാലത്ത് രാജ്യത്താകെയുള്ള ദരിദ്രരുടെ ലിസ്റ്റ് തയ്യാറാക്കപ്പെടുകയും അവർക്ക് സർക്കാർ വക സ്ഥിരമായി സഹായങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഒരിക്കൽ ഒരു അടിമ ഒരു ഗ്രാമീണൻ്റെ കച്ചവട സാധനങ്ങൾ തട്ടിയെടുത്തതായി അർസലാന് വിവരം കിട്ടി. അദ്ദേഹം ആ പാതകിയെ പിടികൂടുകയും ശൂലത്തിൽ തറച്ചു. കടുത്തൊരു ശിക്ഷയായിരുന്നു അതെങ്കിലും രാജ്യത്ത് ക്രമസമാധാനം നിലവരാൻ അത് കാരണമായി തീർന്നു. മനസ്സിലായില്ലേ? ഇതെന്താണ്, ഇതൊരു ചെറിയൊരു വിവരണം മാത്രം കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലുള്ള ഈ മലയാളം നമ്മൾ ഈ ഇസ്ലാമിക് വിജ്ഞാനകോശ ഉഷാറായി നോക്കുക. അതിന് പുറമെ നിങ്ങൾ നെറ്റിലും നല്ല രീതിയിൽ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ജസ്റ്റ് നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണ്ടിട്ട് പോകാൻ. പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു 10-15 പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ പിന്നെ നിങ്ങളുടെ അവതരണത്തിനനുസരിച്ചായിരിക്കും പിന്നെ ഇൻഷാ അല്ലാഹ് മാർക്ക് കിട്ടും കേട്ടോ.